ഗീവർഗീസ് കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം കത്തുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി വിവിധ ക്രൈസ്തവ സഭ വിഭാഗങ്ങൾ. മുഖ്യമന്ത്രി തിരുത്തണമെന്ന് പ്രതിപക്ഷവും. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു. കാലവർഷം കനക്കുന്നു. സംസ്ഥാനത്ത് പരക്കെ മഴ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം വാർത്താരംഭം പോകുന്നത്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ചു. അച്ഛനും അമ്മയും 2 മക്കളുമാണ് മരിച്ചത്. എനിക്കൊരു പത്ര ഏജൻസി കൂടിയുണ്ട്. അപ്പോൾ പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിക്ക് പോകുന്ന സമയമാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഇവിടെ വലിയ തീയുടെ ഒരു ഇത് കണ്ടു. ആ ജാതിമൊക്കെ തീയുടെ ഒരു പ്രത്യേക കളർ കണ്ടപ്പോൾ ഞാൻ വണ്ടി പയ്യെ നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം മൊത്തം നിന്ന് കത്തുകയാണ്. മൊത്തം നിന്ന് കത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഫയർഫോഴ്സ് നമ്പറിൽ ഇത് ചെയ്തു. അതിനുശേഷം തൊട്ടടുത്ത നൈബറെ വിളിച്ച് നൈബറും കൂടി മുകളിൽ ചെന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തീ മൊത്തം പടർന്നിരുന്നു. എന്നിരിക്കലും എന്തെങ്കിലും ശ്രമം നടപ്പോൾ ഒരു നിലവിളി കേൾക്കുന്നുണ്ട്. താഴെ നിന്നാണ് അമ്മയാണെന്ന് വിളിച്ചു, മോളിൽ നിന്നല്ല. അപ്പോൾ ഞാൻ മോളിൽ ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡോറ് ലോക്കടായിരുന്നു. ഒരിക്കലും ഡോറ് തുറക്കാൻ പറ്റില്ല. അപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് കൃത്യസമയത്ത് നമുക്കത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്നു. ഫയർഫോഴ്സിന്റെ ഓഫീസിൽ ചെന്ന് അപ്പോഴേക്കും അയൽവക്കാരെയൊക്കെ വിളിച്ചു വരുത്തി. അയൽവക്കാരെല്ലാവരും വന്നു. ഫയർഫോഴ്സിനോട് കൊണ്ടുവന്നതിന് ശേഷമാണ് തീ കെട്ടത്. അവരുടെ അമ്മ അതിന് ഞാനിവിടെ നിൽക്കുന്ന ദിവസം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഓടി വന്നു. തീ മുകളിൽ അവർ ഭയങ്കര ഇതൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു നോക്കാം, നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അമ്മേനെ തീയുടെ ആഘാതം കണ്ടുവഴി അമ്മേനെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും രക്ഷിക്കാവുന്ന ഒരു രീതിയിലായിരുന്നില്ല. തീ അതിന് മാത്രം പടർന്ന് പിടിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കുന്ന അയൽവക്കാരൊക്കെ വെച്ചിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള സമയത്തിന് തീ പടർന്ന് പിടിച്ചിരുന്നു. മുകൾ ഭാഗം മാത്രമാണ് കത്തിയത്. അമ്മ പറയുന്ന പ്രകാരം 4 മണിക്ക് പ്രാർത്ഥനയ്ക്ക് എനിക്കൊന്നും ഇവിടെ ജാതിക്കായയുടെ ബിസിനസ് ഉണ്ട് അവർക്ക്. അവിടെ ഒരു പയ്യൻ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു, ആ ഒറീസക്കാരൻ ആരാണ്, അദ്ദേഹത്തെ വിളിച്ചു. അവൻ പുറത്ത് പോയി ആരും വിളിക്കാൻ ശ്രമിച്ചു, ആരും എനിക്കില്ല എന്ന് പറഞ്ഞു. വെച്ചാൽ പുള്ളിക്ക് ഭാഷ പ്രശ്നമുണ്ട്, ഫോൺ നമ്പർ അറിയില്ല. അതിനുശേഷം അവർ 2 പേരും കൂടി വെള്ളം കോരി ഒഴിച്ച് ഞങ്ങളുടെ തൊട്ട ഇവിടെയുള്ള നൈബേഴ്സ് എല്ലാവരും കൂടി വന്നു. പക്ഷേ ഡോറ് ലോക്കഡായി പോയതുകൊണ്ട് തുറക്കാൻ കഴിയാത്തതുകൊണ്ടും പക്ഷെ നമ്മൾ കാണുന്നത് വളരെ വൈകിയാണ്. ഏതാണ്ട് ഇപ്പോൾ ഇവരുടെ അമ്മ പറയുന്ന പ്രകാരം 4 മണിക്ക് മുമ്പേ തീ പിടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അപ്പോഴേക്കും മൊത്തം തീ പടർന്ന് ഇതായി. താഴേക്ക് തീ പിടിക്കുന്നതിന് മുമ്പ് അമ്മയെ മാറ്റിയിട്ടുണ്ട്. അത് ഫയർഫോഴ്സിനെ കൊണ്ടുവന്നു. ഫയർഫോഴ്സിനല്ലാതെ തീ കടത്താൻ പറ്റാത്ത രീതിയിലാണ്. നമ്മളുടെ നാട്ടുകാർ, ഞാനും നമ്മുടെ നാട്ടുകാരും ഉൾപ്പെടെ എന്തെങ്കിലും ഇവരുടെ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ശ്രമം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, അത്യന്തം ദാരുണം ആയ ഒരു സംഭവമാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടത്. ഒരു കുടുംബത്തിലെ 4 പേരും തീപിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. എന്താണ് പറയുന്നത്, എന്താണ് സംഭവിച്ചത്? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബിനീഷിന്റെ വീട്ടിലാണ്. ഇവിടെ ഒരു നാടാകെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ തന്നെയാണ്, അതിന്റെ ഒരു ആഘാതത്തിൽ തന്നെയാണ്. രാവിലെ അവരെ തേടിയെത്തിയ ദുഃഖവാർത്ത അത് പലർക്കും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബിനീഷും കുടുംബവും ഈ പരിസരവാസികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന വ്യക്തികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നാട്ടുകാർക്ക് വ്യക്തമാകുന്നില്ല, മനസ്സിലാകുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് ആണെന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോഴും. പക്ഷേ പോലീസും ഇതിലൊരു അസ്വാഭാവികത പ്രകടിപ്പിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് അവർക്കും വ്യക്തമാക്കാൻ കഴിയുന്നില്ല. എന്തായാലും വിശദമായ പരിശോധന നടത്തുകയാണ്. അതോടൊപ്പം ഇൻക്വസ്റ്റ് നടപടികളും ഈ മുറിക്കുള്ളിൽ നടക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു. ഏകദേശം 5 മണിയോടുകൂടി നമ്മൾ നേരത്തെ കേട്ട ആ ഒരു പ്രതികരണം ദൃക്സാക്ഷിയുടേതായിരുന്നു. അതൊരു പത്രം ഇടുന്ന, ഈ നാട്ടിൽ പത്രം ഇടുന്ന ഒരു ചേട്ടനാണ്. പുള്ളി രാവിലെ ഈ പത്രമിട്ട് ഈ വഴി കടന്നു പോകുമ്പോഴാണ് ഇവിടെ ഒരു തീ പടരുന്നതായി കാണുന്നത്. അതോടൊപ്പം തന്നെ ബിനീഷിന്റെ അമ്മ നിലവിളിക്കുന്ന ശബ്ദവും കേട്ടിരുന്നു. ഉടൻ തന്നെ ഇവിടെ എത്തി നാട്ടുകാരെ അടക്കം വിളിച്ചുകൂട്ടി. സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ചുവെങ്കിലും, ഫോൺ ചെയ്തുവെങ്കിലും ഫയർഫോഴ്സിന്റെ ഫോൺ അവിടെ കണക്ട് ആകാത്തതിനാൽ ഇവിടെ നിന്ന് ആളുകൾ പോയി തന്നെ ഫയർഫോഴ്സിനെ കൂട്ടി കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. പക്ഷെ ഫയർഫോഴ്സ് ഇവിടെ എത്തിയപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടി തീ അണച്ചിരുന്നു. മുറിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെങ്കിലും
സാധിച്ചിരുന്നില്ല. കാരണം അത് അകത്ത് നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തി പരിശോധന നടത്തിയപ്പോഴാണ് 4 പേരെയും ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബിനീഷ് കുര്യൻ ഒരു ജാതി വ്യാപാരിയാണ്, ജാതിക്ക ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഇതിനോടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫാക്ടറിയുമുണ്ട്. ഇവിടെ തന്നെയാണ് അതിന്റെ ബിസിനസ് ഒക്കെ നടത്തുന്നത്. ഇവിടെ തന്നെ ഒരു ജോലിക്കായി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം ബിനീഷിന്റെ അമ്മയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ബിനീഷ് കുര്യൻ, ഭാര്യ അനു MA GJ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ട്യൂട്ടറാണ്. ഒപ്പം 2 മക്കൾ, മൂത്ത മകളായ ജോവാന 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജസ്വിൻ മകനാണ്, അവനിപ്പോൾ LKGയിലേക്ക് ഈ വർഷമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അങ്ങനെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് 4 പേർ മരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നാട്ടുകാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ചേട്ടാ, ഈ നിങ്ങളൊക്കെ നാട്ടുകാർ തന്നെയാണല്ലോ? ഒന്നും അറിയില്ല, ഞാനിവിടെ തന്നെ കുടുംബമായിട്ട് അറിയാം. ഞങ്ങളുടെ ഇടവക്കാര്, എന്റെ അമ്മ, ഞാനൊക്കെ ഒരു പേഷ്യന്റാ, അല്ലാണ്ട് വേറെ. ഞാനപ്പോ ഇങ്ങനെ പറഞ്ഞ് പറക്കുളത്തെന്ന് പറഞ്ഞു എന്റെ 2 ജാതിക്കായ കഴിച്ചു. ഞാൻ അമ്മയല്ല, അമ്മയ്ക്ക് എനിക്കും മരുന്നുണ്ട്. ഞാനും കാർഡിയോളജിസ്റ്റ്, അമ്മയും കാർഡിയോളജിസ്റ്റ്. ബിനീഷും കുടുംബമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോ ഇതായിരുന്നു നമ്മുടെ ദൃക്സാക്ഷി, അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. ചേട്ടാ, ബിനീഷും കുടുംബമായിട്ടൊക്കെ നിങ്ങൾ നല്ല എപ്പോഴും കാണുന്ന ബിനീഷും കുടുംബത്തിൽ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ പോകുമ്പോ ഇവരൊരു 7:30 മണിയോടുകൂടി സ്കൂളിൽ ബസ് വന്ന് കയറ്റി വിടുന്ന ഞാൻ കണ്ടപ്പോ കുട്ടിക്കൊക്കെ നല്ല ടാറ്റ കൊടുത്ത് വലിയ ഒരു ഹാപ്പി ആയിരുന്നു അവര്. ആ കാണുന്ന സമയത്ത് അവര് 2 പേരും ഉണ്ടാവുന്നു. 2 കുട്ടികൾ ബസ്സിൽ കയറ്റി ഇവിടെ ഒന്ന് ബസ് നിർത്തണേ. അങ്ങനെ പങ്കാളിക്ക് പോകുന്ന സമയത്ത് നിലവിൽ അപ്പൊ വേറെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമുക്ക്. ഈ അമ്മ ഇപ്പോൾ എവിടെയാണ്? അമ്മ ഇപ്പം ഇവിടെ തൊട്ടടുത്ത് ഒരു നൈബറുടെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അമ്മ താഴെയായിരുന്നു എന്നാണ് പറഞ്ഞത്. തീ പിടിക്കുമ്പോൾ അമ്മ താഴെയായിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോഴാണ് മുകളിൽ ഇങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ട് പോയി ചെന്ന് നോക്കിയിട്ട് തൊട്ടടുത്ത് ഇവിടെ ഒരു ഒറീസക്കാരൻ പയ്യനുണ്ട്, അവനോട് പറഞ്ഞത്. ഞാൻ വരുന്ന സമയം മൊത്തം തീ ആളിപ്പടർന്നിരുന്നു മുകൾ ഭാഗം. അതിനുശേഷം ഞാൻ നൈബറെ വിളിച്ച് നൈബർ മുകളിൽ കയറി ആ ഡോറ് തുറന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ ഡോർ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. തീയും ഭയങ്കര. പിന്നീട് ഫയർഫോഴ്സ് ഓഫീസിൽ പോയി ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് വന്നിട്ടാണ് തീ കെടുത്തിയത്. അപ്പൊ അമ്മയെ അപ്പോഴേക്കും നമ്മൾ ഇത് ആരെങ്കിലും നമുക്ക് എത്ര റിസ്ക് എടുത്തിട്ടായാലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമ്മളിപ്പോൾ പൊതുപ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ സമയം ഫയർഫോഴ്സിനെ പോയി വിളിച്ചു. അതെ, തീ പിടിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തീ പിടിച്ചിരിക്കുന്നത് വളരെ സമയങ്ങൾക്ക് മുന്നാണ്. കാരണം അത്രയും തീ അതിന്റെ അകത്ത് ആളിപ്പടരണമെങ്കിൽ കുറച്ച് സമയം മുന്നേ തീ പിടിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് മുന്നെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അശ്വതി, നാട്ടുകാർ അവരുടെ കഴിവിന് അത്യധികം പരിശ്രമിച്ചു ഇവരെ ഏത് വിധേനയും രക്ഷിക്കാൻ. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുലർച്ചെ അദ്ദേഹം കാണുമ്പോഴേക്ക് തീ അവർക്ക് നിയന്ത്രിക്കാനാകുന്നതിനപ്പുറത്തേക്ക് പടർന്നിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഉറക്കത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ മക്കളെയും എടുത്ത് പുറത്തേക്ക് ഓടാനോ വാതിലിന്റെ കുറ്റിയൊന്ന് തുറന്ന് നിലവിളിക്കാനോ ഒന്നും അവർക്ക് കഴിയാത്തത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അങ്ങനെ തന്നെയാണ്. അതായത് ഈ പത്രം ഇടാൻ വന്നത് 5 മണിക്കാണ്. ആ സമയത്താണ് അദ്ദേഹം ഈ തീ പടരുന്നത് കാണുന്നതും അമ്മ നിലവിളിക്കുന്നതും ഇവിടെ നിന്ന് നിലവിളിക്കുന്നതും അദ്ദേഹം കാണുന്നത് ഈ 5 മണിയോട് അടുപ്പിച്ചായിരുന്നു. പക്ഷെ അമ്മ പറയുന്നത് 4 മണിയോടുകൂടി അമ്മ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടാണ് അമ്മ 4 മണിക്ക് എഴുന്നേറ്റത്. ആ സമയത്ത് തന്നെ ഇവിടെ നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. അതിനർത്ഥം ഈ 4 മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു തീ പടരാൻ സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ അത് കൂടുതൽ ആധികാരികമായി പറയേണ്ടത് പോലീസാണ്. അല്ലെങ്കിൽ ഫോറൻസിക് വിഭാഗവും ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. അവരായിരിക്കും അതുമായിട്ട് കൃത്യമായിട്ടുള്ളൊരു കൂടുതൽ വിവരങ്ങൾ അവർക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സ്ഥലം MLA ആയ റോജി M. ജോൺ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ആലുവ റൂറൽ SP വൈഭവ് സക്സേന ഇവിടെ എത്തി സംഭവസ്ഥലം സന്ദർശിച്ച് അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹവും ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും അല്പസമയം
സമയം കഴിഞ്ഞ് തന്നെ നമുക്ക് ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് ഇവിടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഒരു കാര്യം കൂടി ഇതിലിപ്പോൾ ഏറ്റവും പറയുന്ന ഒരു കാര്യം, ഒരു സാധ്യത പറയുന്നത് ഈ ജാതിക്ക ഉണക്കുന്നതിനുള്ള ഡ്രയറിന്റെ കാര്യമൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ വീടിന് മുകളിലെങ്ങാണോ സ്ഥാപിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ശരി, ആദ്യം ഇവിടെ അതായത് ഈ നാട്ടുകാർ തന്നെ പറയുന്നു ഇതിനു മുൻപും കഴിഞ്ഞ വർഷം ഒക്കെ ഇവിടെ ഈ ജാതിക്ക ഉടക്കുന്ന ആ ഡ്രയറിന്റെ അവിടുന്ന് തീപിടുത്തം ഉണ്ടായി എന്നുള്ളൊരു ഒരു കാര്യം കഴിഞ്ഞ വർഷം ഇവിടെ നടന്നിരുന്നു. അപ്പൊ ഇന്നും ഇത്തരത്തിൽ തീ പിടിച്ചപ്പോൾ നാട്ടുകാർ കരുതിയത് അവിടെ നിന്നായിരിക്കുമെന്ന്. പക്ഷെ അവിടെ നിന്നല്ല, പോലീസ് വന്ന് ഇവിടെ പരിശോധിച്ചപ്പോൾ പോലും അത് കൃത്യമായി അറിയുകയും ചെയ്തു. ചേട്ടാ, ഇതിനു മുൻപ് ഇവിടെ ഡ്രയറിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിവില്ല. ഏതായാലും ഈ ഒരു സംഭവമായിട്ട് ഇന്നത്തെ ഈ ധാരണ സംഭവം ഉണ്ടായത് ഈ ഇവിടുത്തെ അമ്മ താഴെയാണ് കിടക്കുന്നത്. ഈ താഴെ കിടക്കുന്ന അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്, പ്രയറിന് വേണ്ടിയിട്ട് 4 മണിക്ക് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എഴുന്നേറ്റ ശേഷം ഇവിടെ മുകളിൽ തീയുടെ ഈ ചൂടും അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ ആൾക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഈ ഗോഡൌണിൽ ഇവരുടെ തന്നെ ഒരു വർക്കറായിട്ടുള്ള ഒരു ഹിന്ദി ജീവനക്കാരൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരികയും അദ്ദേഹം ശ്രമിച്ചിട്ട് ഒന്നും പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ചാടി പുറത്തിറങ്ങുകയും അവിടെ ചെന്നപ്പോൾ പത്രക്കാരും അയൽവാസികളെല്ലാം വിളിച്ച് കൊണ്ടുവന്നപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാം സംഭവിച്ചിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ അണച്ച് ചെന്നപ്പോൾ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡ്രയറിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുമ്പൊക്കെ ഡ്രയറിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പെട്ടെന്ന് ആൾക്കാർ അതുകൊണ്ടാവാം എന്നുള്ളൊരു ഇതിപ്പോ അതുമായിട്ട് നമ്മൾ വന്നു കാണുമ്പോൾ ഒരു ഡ്രയറിന്റെ അവിടേക്കോ ആ ഗോഡൌണിന്റെ അവിടേക്കൊന്നും തീ പടർന്നിട്ടും കൂടിയില്ല. റൂമിൽ തന്നെ ഉണ്ടായ ഒരു അപകടമാണ്. ശരി, അത് തന്നെയാണ്. ഈ ഡ്രയർ ഇവിടെയാണ് ഈ ഇവർ പറയുന്ന ഈ ജാതിക്കയുടെ ഡ്രയർ ഉള്ളത്. ഇവിടെ തന്നെയാണ് ആ ഒരു സ്ഥാപനം. ഇവിടെ ഒരു ജോലിക്കാരുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരു ജോലിക്കാരനുമുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു സംശയം, കാരണം ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഇത്തരത്തിൽ തീ പിടിച്ചിട്ടുണ്ട്. ആ ഒരു നിഗമനമാണ് ഇപ്പോഴും ഈ ഒരു തീപിടുത്തം കണ്ടപ്പോൾ ഇവിടെ നിന്നാകാമെന്നൊരു സംശയമാണ് ഇവർ പ്രകടിപ്പിച്ചത്. പക്ഷേ ഈ സംഭവ സ്ഥലത്ത് നോക്കുമ്പോൾ ഇവിടെയൊന്നും അത്തരത്തിലൊരു തീ പിടിക്കേണ്ട സാധ്യതയോ അല്ലെങ്കിൽ ഒന്നും തന്നെയില്ല. ആകെ മുകളിലത്തെ മുറി, 2 നില വീടാണ്, അതിന് മുകളിലത്തെ മുറി, അതായത് ബിനീഷും ഭാര്യയും കുട്ടികളും കിടന്നുറങ്ങിയ ആ മുറിയിൽ മാത്രമാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് ആദ്യം എത്തിയത്. പക്ഷെ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് വിഭാഗം വന്ന് പരിശോധന നടത്തുന്നുണ്ട്, പോലീസും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിന് ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് കൃത്യമായി ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. അങ്കമാലി പറക്കുളത്തിനടുത്താണ് ബിനീഷും കുടുംബവും താമസിക്കുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. ഈ നാട്ടുകാരും ഒക്കെയായിട്ട് വലിയ സൌഹൃദം പുലർത്തിയിരുന്ന ഒരു കുടുംബം കൂടിയാണ്. എന്തായാലും വളരെ വേദനയിലാണ് ഒരു നാട് മുഴുവൻ, ഒരു ഞെട്ടലിലാണ്. രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് തന്നെ ഈ ഒരു ചെറിയ 2 കുഞ്ഞുങ്ങളടങ്ങിയ കുടുംബം 4 പേരാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചിരുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിലും അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. അവിടെ അമ്മ ഉണ്ടായിരുന്നു, ആ കുടുംബത്തിലെ അമ്മ താഴെയാണ് ഉണ്ടായിരുന്നത്. ഈ മുകളിലെ നിലയിലാണ് ഇത് തീപിടുത്തം ഉണ്ടായത്. അമ്മ ഇപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ ഉണ്ട്. എന്തായാലും ആ നാട് ഒന്നാകെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഞെട്ടലിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ. നവമി ദിനേശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കി NDA. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായോ മന്ത്രിമാരുടെ പട്ടിക പുറത്തുവന്നേക്കും. ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിലാണ് TDP. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുകയാണ്. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, എന്തായാലും സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു. TDP ഉറച്ചു നിൽക്കുന്നു. മന്ത്രിമാരുടെ കാര്യത്തിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അശ്വതി, നാളെയാണ് 3ാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നേരത്തെ 6 മണിക്കാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നത് നാളെ 7:15 സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഏതായാലും
ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ എത്ര മന്ത്രിസ്ഥാനം ഘടകകക്ഷികൾക്ക് എന്ന കാര്യത്തിൽ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ഏതായാലും JP നഡ്ഡയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതായാലും TDP ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്നാണ്. TDPക്ക് 4, ഒപ്പം തന്നെ ജനസേന പാർട്ടിക്കും BJPക്കും ഉൾപ്പെടെ 6 പേരെ മന്ത്രിമാരാക്കണം എന്നൊരു ആവശ്യം ഏതായാലും TDP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവും എന്നായിരുന്നു JDUവിനും TDPനും BJP മുന്നോട്ട് വെച്ചത്. അതിന് അംഗീകരിക്കാൻ തയ്യാറല്ല, അതിനോട് യോജിപ്പില്ല എന്ന നിലപാടിലാണ് TDP. ഏതായാലും ചർച്ചകൾ തുടരുന്നു എന്നാണ് ഇപ്പോൾ TDP നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. BJP നേതാക്കളും സമാനമായ പ്രതികരണം തന്നെ നടത്തിയിരിക്കുന്നു. ഏതായാലും സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ആദ്യം മുതൽ തന്നെ സ്പീക്കർ സ്ഥാനം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു TDP. ഒരുപക്ഷെ അതിന് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് TDP തയ്യാറായേക്കുമെന്ന സൂചന കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം TDPക്ക് നൽകാമെന്ന നിലപാടിലാണ് BJP. അങ്ങനെയെങ്കിൽ മുൻ ലോക്സഭാ സ്പീക്കറും TDP നേതാവുമായ GMC ബാലയോഗിയുടെ മകൻ ഹരീഷ് ബാലയോഗിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. മന്ത്രിസ്ഥാനത്തേക്ക് 3 മന്ത്രിസ്ഥാനമെങ്കിലും ലഭിക്കുകയാണെങ്കിൽ രാംമോഹൻ നായിഡു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഏതായാലും TDP ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. ഒപ്പം മറ്റ് ചില ചെറുകക്ഷികളും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ജിതൻ റാമാഞ്ചി, ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം ഒരു ക്യാബിനറ്റ് പദവിയെങ്കിലും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UPയിൽ നിന്നുള്ള അപ്നാദൽ സൊനേലാൽ വിഭാഗം നേതാവ് മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്. അനുപ്രിയ പട്ടേലും ഇത്തവണ സഹമന്ത്രി സ്ഥാനം പോരാ, മറിച്ച് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പെങ്കിലും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അജിത് പവാർ വിഭാഗവും ഷിൻഡെ വിഭാഗവും വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം അംഗസംഖ്യ നോക്കിയല്ല, കാരണം BJP സർക്കാരല്ല നിലവിൽ അധികാരത്തിലുള്ളത്, NDA കൂട്ടുകക്ഷി സർക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അംഗസംഖ്യം നോക്കാതെ തന്നെ മന്ത്രിസ്ഥാനം നൽകുമെന്ന പ്രതീക്ഷ ഏതായാലും ഈ കക്ഷികളും പങ്കുവയ്ക്കുന്നുണ്ട്. ഷിൻഡെ വിഭാഗം കണക്കുകൂട്ടുന്നത് ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനവുമാണെങ്കിൽ അജിത് പവാർ വിഭാഗവും സമാനമായ ഒരു പദവി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ചർച്ചകൾ തുടരുന്നുവെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി, അതുപോലെ തന്നെ മികച്ച ഒരു പ്രതിപക്ഷമായിരിക്കാനാണല്ലോ ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയാണ്, ഒപ്പം പ്രവർത്തക സമിതി യോഗവും ചേരുന്നുണ്ട്. രാഹുലിനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റാനല്ലേ സാധ്യത? കോൺഗ്രസിന്റെ 2 യോഗങ്ങളാണ് ഇന്ന് ചേരുന്നത് അശ്വതി. അതായത് ആദ്യം പ്രവർത്തക സമിതി യോഗം ചേരുന്നുണ്ട്. വിശാല പ്രവർത്തക സമിതി യോഗമാണ് ചേരുന്നത്. കാരണം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MP-മാർ അടക്കമുള്ളവരെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ യോഗത്തിൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യം ഉയരും. പ്രത്യേകിച്ച് ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് രാഹുൽ ഗാന്ധിക്ക് വിജയത്തിൽ വലിയ ക്രെഡിറ്റ് ഉണ്ട്, രാഹുൽ ഗാന്ധിയാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന പരാമർശമാണ് ശശി തരൂർ നടത്തിയത്. സമാനമായ പരാമർശം മാണിക്കം ടാഗോർ അടക്കമുള്ള നേതാക്കൾക്കുമുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷ നേതാവില്ല. കാരണം 2014 44 സീറ്റും 2019 52 സീറ്റുമായിരുന്നു കോൺഗ്രസിന്റെ അംഗബലം. കേവല പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ ലോക്സഭയുടെ 10% അംഗങ്ങളും വേണം. അങ്ങനെ വരുമ്പോൾ 54 അംഗബലം. പക്ഷേ ഇത്തവണ 99 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ഉയരുകയാണ്. ഇതിന് പുറമെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലൊരു പൊതുചിത്രം, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. മൂന്നാമതായി രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു ചർച്ച നടക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് റായ്ബറയിൽ നിലനിർത്തിക്കൊണ്ട് വയനാട് മണ്ഡലം ഒഴിയാനാണ് സാധ്യത. ഏതായാലും രാവിലെയാണ് പ്രവർത്തക സമിതി ചേരുന്നത്. അതിനുശേഷം വൈകിട്ടാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും നിശ്ചയിച്ചിട്ടുള്ളത്. ശരി, രാകേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. നിർമ്മാതാവും മാധ്യമ അധികായനുമായ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി സ്ഥാപകനാണ്. ഈനാട് ദിനപത്രം, ETV ചാനൽ, ഉഷാ കിരൺ മൂവീസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. പത്രപ്രവർത്തനം, സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 4 ഫിലിംഫെയർ അവാർഡുകളും ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, TDP നേതാവ് ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ അനുശോചിച്ചു.
മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരു പ്രധാന ആവശ്യം സ്പീക്കർ പദവിയാണ്. നേരത്തെ GMC ബാലയോഗി സ്പീക്കറായി NDA സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സ്പീക്കർ പദവി താങ്കൾ ആഗ്രഹിക്കുന്നുവെന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവർക്ക് സ്വാഭാവികമായും നൽകാനുള്ളൊരു നീക്കമാണ് BJPക്ക് അകത്ത് നടക്കുന്നത്. ഏതായാലും പ്രതിരോധം, അതുപോലെ ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ മറ്റാർക്കും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് BJPയുടെ നിലപാട്. പഞ്ചായത്തി രാജ്, ഗ്രാമവികസനം JDUവിന് നൽകും. അതുപോലെ തന്നെ വ്യോമയാന വകുപ്പ് ആയിരിക്കും NCP അജിത് പവാർ വിഭാഗത്തിന് നൽകുക. ഷിൻഡെ വിഭാഗത്തിന് ഹെവി ഇൻഡസ്ട്രീസ്, വൻ വ്യവസായങ്ങൾ സംബന്ധിക്കുന്ന വകുപ്പ് നൽകും എന്നാണ് വ്യക്തമാക്കുന്നത്. കൃഷിയും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും യുവജന ക്ഷേമവും എല്ലാം BJP മന്ത്രിമാർ തന്നെ ഭരിക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. ടൂറിസം, MSME, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകൾ ഘടകകക്ഷികളുമായി പങ്കുവയ്ക്കാം എന്നൊരു നിലപാടുണ്ട്. ഈ കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിരുന്ന 20 മന്ത്രിമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിൽ പ്രധാനി സ്മൃതി ഇറാനിയാണ്. അതുപോലെ V മുരളീധരൻ കേരളത്തിൽ പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു. അജയ് കുമാർ മിശ്ര, അതുപോലെ സുഭാഷ് സർക്കാർ, കൈലേഷ് ചൗധരി, സഞ്ജീവ് ബാലിയാൻ, റാവ് സാഹിബ്, കൗശൽ കിഷോർ തുടങ്ങി 20ഓളം കേന്ദ്രമന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങൾക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബൻസുരി. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇടതുമുന്നണിയിലെ ചർച്ചകൾ തുടങ്ങി. CPM CPI ഉഭയകക്ഷി ചർച്ചയാണ് നടക്കുന്നത്. 2 ദിവസം കൊണ്ട് സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടാക്കാനാണ് നീക്കം. അടുത്ത ദിവസം കേരള കോൺഗ്രസുമായും സീറ്റ് ആവശ്യമുന്നയിച്ച മറ്റ് കക്ഷികളുമായും CPM ചർച്ച നടത്തും. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഡാൻ, വലിയ ചർച്ച നടക്കുന്നു. ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. തിങ്കളാഴ്ച അത് സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വിജ്ഞാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് സമവായത്തിലെത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി, അതായത് ഈ രാജ്യസഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതിൽ ഒരു സമവായത്തിലെത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിയോഗമനുസരിച്ച് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും CPIയുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ബിനോയ് വിശ്വമാണ് CPIയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. 2 ദിവസത്തിനകം ഈ സമവായ ചർച്ചകളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായും RJDയുമായി എല്ലാം സമാനമായ തരത്തിൽ 2 ദിവസത്തിനകം ചർച്ച നടത്തും. ആകെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒഴിവ് വന്നത്. അതിൽ 2 സീറ്റുകളിലായിരിക്കും LDFന് വിജയിക്കാനാകുക. അങ്ങനെയാണെങ്കിൽ 2 സീറ്റുകളിൽ 1 ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയിലെത്തേണ്ടത്. വലിയ സമ്മർദ്ദ നീക്കമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി രാജ്യസഭാ സീറ്റ് ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ജോസ് കെ മാണി വിഭാഗം ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് BJPയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് LDFും പ്രതിരോധത്തിലാണ്. കേരള കോൺഗ്രസ് എമ്മിനെ മെരുക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ 2 ദിവസത്തിനകം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജോസ് കെ മാണിയുമായി നടത്തുന്ന ചർച്ചയിൽ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പദവി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താനാകുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ്, നിഗമനത്തിൽ തന്നെയാണ് LDF കേന്ദ്രങ്ങളുള്ളത്. എന്തായാലും CPIയുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. AKG സെന്ററിൽ ഡാൻ, ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അതും വിലയിരുത്തലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും. ഒക്കെ അത് ചെറിയ തോൽവിയല്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം അതൊക്കെ ഈ വിഷയത്തിൽ ഉയർന്നു വരാൻ സാധ്യതയില്ലേ ചർച്ചയ്ക്കിടയിൽ? സ്വാഭാവികമായി കേരള കോൺഗ്രസ് എമ്മുമായി നടത്തുന്ന ചർച്ചയിൽ ആ കാര്യങ്ങളും ഇടം പിടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നേരിയ ഭൂരിപക്ഷത്തിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാടനെ, സിറ്റിംഗ് MP ആയിരുന്ന തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്താണ് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തിയാണ് LDF അന്ന് കൂടുതൽ സീറ്റുകൾ നേടിയത്. പിന്നീട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന കാര്യം സ്വാഭാവികമായി നേതൃത്വം
കേരള കോൺഗ്രസ് എമ്മിനോട് ഔദ്യോഗികമായി തന്നെ ആരായാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു വിശദീകരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ തരത്തിൽ വോട്ട് ചോർച്ചയൊന്നുമില്ല എന്ന് പറയുമ്പോഴും കൃത്യമായി ബൂത്ത് തലത്തിലടക്കം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ഇഴകീറിയുള്ള പരിശോധന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് LDF നേതൃത്വത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരണം നൽകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശരി, അനന്തരം LDF രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട CPI ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. AKG സെൻട്രൽ ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെ ചൊല്ലി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കയ്യാങ്കളി. DCC സെക്രട്ടറി സജി കുരിയച്ചിറയെ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തതായി പരാതി ഉയർന്നു. നേതാക്കളും പ്രവർത്തകരും ഇരുവിഭാഗങ്ങളായി തമ്മിലടിച്ചു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ തൃശൂരിലെത്തും. മൂന്ന് ദിവസമായി DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ പ്രതിഷേധങ്ങളാണ് സംഘർഷത്തിന് കാരണം. മുരളീധരൻ അനുകൂലിയായ കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷുമായി DCC പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായി. ഇതിൽ ഇടപെട്ടപ്പോൾ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തെന്നാണ് സജീവന്റെ പരാതി. ഞങ്ങൾ 2 DC സെക്രട്ടറിമാർ ഇവിടെ നിന്ന് അപ്പോൾ DC പ്രസിഡന്റ് വന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളായിട്ട് സംസാരിച്ചു, ആൾ മുകളിൽ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക, ഞങ്ങൾ രണ്ടാളും. ഇപ്പോൾ ബിനോയ് വിശ്വമാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. ഇനി ഒരാഴ്ച പോലും ഇല്ല. CPM CPI ഉഭയകക്ഷി ചർച്ച AKG സെൻട്രൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ DCC ഓഫീസിലെ കൂട്ടത്തലിന് പിന്നാലെ ഇന്ന് മുൻ MLA-മാർക്കെതിരെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് പോസ്റ്റർ. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യം. രാജു ഗുരുവായൂർ ചേരുന്ന വിവരങ്ങളുമായി. രാജു, അവിടുത്തെ കൂട്ടയടി അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണോ? ഇപ്പോൾ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, 4ാം ദിവസമായ ഇന്നും AP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കും എതിരായാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സജീവൻ കുരേച്ചറെ മർദ്ദിച്ചതിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ എന്നിവർക്കെതിരെ DCC ഓഫീസിന് മതിലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയിൽ എത്തിയത്. കയ്യാങ്കളിയിൽ DCC സെക്രട്ടറി സജീവൻ കുരേച്ചറെ അടക്കം അനേകം പേർക്ക് മർദ്ദനമേറ്റു എന്നാണ് K മുരളീധരൻ അനുയായികൾ പറയുന്നത്. പോസ്റ്റർ പതിച്ചത് സജീവൻ കുരേച്ചറയുടെ അറിവോടെയാണെന്ന് ആരോപിച്ചായിരുന്നു ബഹളം ആരംഭിച്ചത്. DCC സെക്രട്ടറിയും ഏതാനും പ്രവർത്തകരും ഓഫീസിന് താഴെ നിൽക്കുമ്പോൾ സ്ഥലത്തെത്തിയ ജോസ് വള്ളൂരുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് സജീവൻ കുരേച്ചറയെ മർദ്ദിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ജോസ് വള്ളൂർ തന്നെ കഴുത്തിന് പിടിച്ച് തള്ളി എന്നും സജീവന്റെ ആരോപണമുണ്ട്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രമോദ് താണിക്കുടം, KSU നേതാവ് CV വിമൽ തുടങ്ങിയവരും ചേർന്നാണ് തങ്ങളെ മർദ്ദിച്ചതെന്നാണ് സജീവൻ ആരോപിക്കുന്നത്. പ്രവർത്തകരെ ശാന്തരാക്കാൻ മറ്റു DCC സെക്രട്ടറിമാർ ശ്രമിച്ചു എങ്കിലും ഇരുവിഭാഗവും അസഭ്യം വിളി തുടരുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി K മുരളീധരന്റെ തോൽവിക്ക് കാരണമായവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ പ്രതിഷേധം നടക്കുന്നത്. എന്നാൽ ഇന്നലത്തെ നടന്ന കയ്യാങ്കളിയിൽ പോലീസ് ഇപ്പോൾ 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്വതി. ശരി, രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KPCC പ്രസിഡന്റ് നാളെ തൃശൂരിലേക്ക് പോകുന്നു. ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് കുർലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ വിവാദം പുകയുന്നു. വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാക്കളും പ്രസ്താവന തിരുത്തണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിഷേധമുയരുന്നുണ്ട്. പ്രസ്താവനയ്ക്കെതിരെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം K പ്രകാശ് ബാബു രംഗത്തെത്തി. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് K പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, എന്തായാലും ഈ വിവാദം പുകയുകയാണ്, കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. പ്രകാശ് ബാബു പറയുന്നത് വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന് പറയുന്നു. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അത് പിൻവലിക്കണം എന്ന് തന്നെയാണ് എല്ലായിടങ്ങളിൽ നിന്നും ഉയരുന്ന ആവശ്യം, അല്ലേ?
അശ്വതി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാജയം ഉണ്ടായതിനെ കുറിച്ചാണ് ഗീബർഗസ് കുലോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം വളരെ മോശമായി പോയി എന്ന നിലപാട് തന്നെയാണ് വിവിധ ക്രൈസ്തവ സഭ വിശ്വാസികൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. അതുപോലെ തന്നെ സാധാരണപ്പെട്ട ആളുകൾക്കൊപ്പമൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഈ കുലോസിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിന് കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലും സോഷ്യൽ മീഡിയയിലും അതുപോലെ ഉള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത്. ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ പല ആളുകളും ഇത്തരത്തിൽ ഒരു വിമർശനം മുഖ്യമന്ത്രി നടത്തിയത് മോശം പരാമർശം എന്ന നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ല CPM ഏരിയ കമ്മിറ്റി അംഗം K. പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത്. വിമർശകരെല്ലാം ശത്രുക്കളല്ല എന്ന തരത്തിൽ അദ്ദേഹവും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അങ്ങനെ വലിയ വിവാദം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് കുലോസിനുള്ളത്. കുലോസ് പല പരിപാടികളും ഇടതുപക്ഷത്തിൽ പങ്കെടുക്കുകയും അത്തരത്തിൽ മുൻകാല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികം അത്തരത്തിൽ തന്നെയാണ് ഉള്ളത്. ആ വ്യക്തിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം മോശമായി പോയി എന്നുള്ള ഒരു വിമർശനം പരക്കെ ഉണ്ട്. ഇന്നെന്തായാലും കുലോസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം കൃത്യമായി കുറിച്ചത്. പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് പരിശോധിക്കണം. അത്തരം കാര്യങ്ങൾ പാർട്ടി അതിന് തീരുമാനമെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യണമെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിച്ചത്. അതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിവരദോഷികളായ പുരോഗമന്മാർ ചില സഭകളിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് വലിയ ഒരു വിവാദമായി തന്നെ മാറിയിരിക്കുകയാണ്. നേരത്തെയും ഇത്തരത്തിൽ ക്രൈസ്തവ സഭ പുരോഹിതന്മാർക്കെതിരെ മുഖ്യമന്ത്രി പരാമർശം നടത്തിയത് വലിയ വിവാദമായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതും ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയരുന്നത്. അശ്വതി, ശരി, എന്തായാലും ഈ വിഷയം വലിയ വിവാദമായ സ്ഥിതിക്ക് മുഖ്യമന്ത്രി ഇതിൽ എന്തെങ്കിലും മറുപടി പറയുമോ അല്ലെങ്കിൽ തിരുത്തൽ വരുത്തുമോ എന്നൊക്കെയുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഇന്നുണ്ടാകാനാണ് സാധ്യത. യേശുവിന്റെ ചിത്രത്തിന് പകരം സുരേഷ് ഗോപിയുടെ ചിത്രം ചേർത്ത് ഫേസ്ബുക്ക് പോസ്റ്റിട്ട CPM സഹയാത്രികനെതിരെ പ്രതിഷേധവുമായി കേരള കോൺഗ്രസ് എം. ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസിനെതിരെയാണ് യൂത്ത് ഫ്രണ്ട് എം പോലീസിൽ പരാതി നൽകിയത്. ക്രിസ്തുവിന്റെ ചിത്രം മോർഫ് ചെയ്ത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ച ഇത്തരം പ്രവൃത്തികൾ ദൌർഭാഗ്യകരമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നു. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റി തൃശൂർ സൈബർ സെല്ലിൽ പരാതി നൽകി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാൻ പാർട്ടിയും സർക്കാരും ഒരുമിച്ച് നീങ്ങാൻ CPM നിർദ്ദേശം. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടി ബോധ്യമാകുന്ന തരത്തിലാകണം ഇടപെടലുകൾ. പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനും CPM സർക്കാരിന് നിർദ്ദേശം നൽകി. തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി തിരിച്ചടി മറികടക്കാനുള്ള വഴികൾ തേടുകയാണ് CPM. ജനക്ഷേമപരമായ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കി. എന്നാൽ അതൊന്നും വേണ്ടവിധം ജനങ്ങളിലേക്ക് എത്താത്തതാണ് തിരിച്ചടിയുടെ കാരണമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയാൽ പോരാ, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണമെന്നാണ് സർക്കാരിന് CPM നൽകുന്ന ഉപദേശം. അതിന് പാർട്ടിയും സർക്കാരും ഒരുമിച്ച് നീങ്ങണം. സർക്കാർ തലത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയെ CPM ചുമതലപ്പെടുത്തി. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തയാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനിക്കും. സർക്കാരിന്റെ പദ്ധതികൾ കൂടുതൽ ജനകീയമാക്കണം. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം ഏറ്റെടുത്തവ പൂർത്തിയാക്കണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം വേണം. ഓരോന്നിന്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് കൃത്യമായ മുൻഗണന നൽകി വേണം പദ്ധതികൾ നടപ്പിലാക്കാൻ. ഒപ്പം നിൽക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുടെ വിശ്വാസമുറപ്പിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയബന്ധിതമായ ഇടപെടലുകൾ നടത്തണം. ജീവനക്കാരുടെ ആനുകൂല്യവും പെൻഷനും ക്ഷേമ പെൻഷനും അടക്കമുള്ള പ്രശ്നങ്ങളിൽ എത്രയും വേഗം പരിഹാരമുണ്ടാക്കാനും പാർട്ടി സർക്കാരിന് നിർദ്ദേശം നൽകി. ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും മുടങ്ങിയതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നാണ് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വടകര പാലയാട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. വിഷ്ണു മുതുവീട്ടിലിന്റെ വീടിന് നേരെ ഇന്നലെ അർദ്ധരാത്രിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. വീടിന്റെ ചുമരിനും വാതിലിനും കേടുപാടുകൾ സംഭവിച്ചു. 12 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. പാലയാട് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വിഷ്ണു മുതുവീട്ടിൻ്റെ വീട്ടിൽ നേർക്കാണ് ഉഗ്രസ്ഫോടനമുള്ള ഈ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 1 വയസ്സുള്ള കുഞ്ഞിനും ആ റൂം തൊട്ടടുത്തുണ്ടായിരുന്നു. തികച്ചും സമാധാനപരമായി പോകുന്ന ഒരു പ്രദേശമാണ് ഈ കരുവഞ്ചേരി പാലയാട് മണ്ഡലം പ്രദേശങ്ങളിൽ. ഈ ഒരു പ്രദേശത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിജയാഹ്ലാദം ബന്ധപ്പെട്ടോ ഒരു പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഉണ്ടാകാത്തൊരു പ്രദേശത്ത് എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായതെന്ന് കൃത്യമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ്.
പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടകരയിൽ നടന്നൊരു പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അനിയൻ വൈശാഖിനെതിരെയും തികച്ചും ഭീഷണിപരമായ കോളുകൾ CPM-ന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് കൂടി പോലീസ് അന്വേഷിക്കണം. പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കൃത്യമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. പ്രതികളെ കൃത്യമായി പുറത്തു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് കുറ്റ്യാടി അസംബ്ലി കമ്മിറ്റി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്കൊന്ന് ഊഹിക്കാം, മുഖ്യമന്ത്രിയുടെ അവസ്ഥ വാസ്തവത്തിൽ അതാണ്. പക്ഷേ അദ്ദേഹം ഇന്നലെ യാതൊരു ജാള്യതയുമില്ലാതെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, എന്നിട്ട് അതിന്റെയൊക്കെ കുറ്റം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കണമെങ്കിൽ അതിന് അപാര തൊലിക്കെട്ടി വേണം. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രി അതാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു. കാരണം ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ അഹങ്കാരം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ കഴിഞ്ഞ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്. ജനം സർക്കാരിനോടൊപ്പം നിന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ സർക്കാരിനോടൊപ്പം നിന്നു. ആ വാക്കിന്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമെങ്കിൽ 4-ാം തീയതി പുറത്തു വന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം, ആ ഫലം അദ്ദേഹം ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് അധികം അന്വേഷിച്ചു പോകേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാര്, പെൻഷൻ കിട്ടുന്നവര്, ഇവരെയൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇവർക്കൊന്നും പെൻഷൻ കൊടുക്കാതെ സർക്കാർ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ജനങ്ങളുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ പ്രഖ്യാപനം നടത്തുന്നത്, അതും തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന് 5 ദിവസം കഴിയുന്നതിന് മുൻപേ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്തു മാനസികാവസ്ഥയാണെന്ന് എനിക്കറിയില്ല. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ ഗോവിന്ദൻ മാഷിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്. കാരണം ഗോവിന്ദൻ മാഷ് ഇതുപോലുള്ള സാഹചര്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു ഉപദേശമുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ മൂർത്തമായ സാഹചര്യങ്ങളോട് മൂർത്തമായിട്ട് പ്രതികരിക്കണം എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദൻ മാഷ് ഈ മൂർത്തമായ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ മൂർത്തമായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശം, ഈ പുരോഹിതന്മാരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്നുള്ള പരാമർശം, വാസ്തവത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും, 8 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നതിന് ശേഷവും അദ്ദേഹം ഒരടി പോലും മാറിയിട്ടില്ല. അല്പം പോലും മാറ്റം വരുത്താൻ മാനസികമായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാകുന്നത്. വിയോജിക്കുന്നവരെ എങ്ങനെ അവഹേളിച്ച് അധിക്ഷേപിച്ച് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുതയാണ് ശ്രീമാൻ പിണറായി വിജയൻ അന്നും പ്രഖ്യാപിച്ചത്, ഇപ്പോൾ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, അതിനുശേഷം ബിഷപ്പ് കൂറിലോസ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വികാരമാണ്. കാരണം 20 ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ 2 ലക്ഷം തൊഴിൽ കൊടുത്തു എന്നാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത്. ഇതേ കാര്യമാണ് ബിഷപ്പ് കൂറിലോസ് പറഞ്ഞിട്ടുള്ളത്. അത് വലിയ നേട്ടമാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പല സ്ഥലങ്ങളിലും 3-ാം സ്ഥാനം കൊടുത്തത്. മാത്രമല്ല, ബിഷപ്പ് പറയുന്നു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ സർക്കാരിന്റെ ഒരു വലിയ പോരായ്മയാണ്.
1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ആളുകൾ, അവര് നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു, കോടികൾ ചെലവാക്കുന്നു. ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് വലിയ മാമാങ്കം നടത്തുന്നു. കഴിഞ്ഞ തവണ 2 or 3 തവണ നടത്തിയിട്ടുള്ള ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിനോ പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും വീണ്ടും ഇതാ അടുത്ത ലോക കേരള സഭ നടത്താൻ പോവുകയാണ്. ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്ത കണ്ടു. 300 കോടി ചെലവിട്ടുകൊണ്ട് ഡൽഹിയിൽ ഒരു കേരള ഭവൻ പണിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ? വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ സമർപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിനെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. എല്ലാ മാർക്കിലും 0 കിട്ടിയ വിദ്യാർത്ഥിയുടെ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം കൂർലോസിനെതിരായ പരാമർശം വ്യക്തമാക്കുന്നത് നികൃഷ്ടജീവി പരാമർശം നടത്തിയ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മാനസിക നിലയിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നും വി മുരളീധരൻ പറയുകയുണ്ടായി. ഇടവേള. നരേന്ദ്രമോദി 3ാം വട്ടവും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം ന്യൂസ് 18. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. സുഷമ സ്വരാജിന്റെ മകൾ എന്ന നിലയിൽ സുഷമ സ്വരാജിന്റെ നേരത്തെയുള്ള BJPക്ക് അകത്തുള്ള സ്വാധീനം വ്യക്തമാണ്. സ്വാഭാവികമായും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ലതാ വാങ്ഡെ ഒരു മന്ത്രിസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4,71,000 വോട്ടുകൾക്കാണ് സാഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലതാ വാങ്ഡെ വിജയിച്ചത്. അതുപോലെ സാവിത്രി താക്കൂർ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. സാവിത്രി തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD ശർമ്മ മധ്യപ്രദേശിൽ നിന്നുള്ള BJP അധ്യക്ഷനാണ്. മധ്യപ്രദേശ് തൂത്തുവാരിയ ഒരു സാഹചര്യത്തിൽ മധ്യപ്രദേശിന് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് വ്യക്തമാണ്. ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായും ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ആണ് ഈ പട്ടികയിൽ ഉള്ള പ്രമുഖർ. ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ മഹാരാജ്ഗഞ്ച് ലോക്സഭയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ്. ലലൻ സിംഗ് ആണ് JDUവിൽ നിന്ന് തീർച്ചയായും മന്ത്രി പദത്തിലേക്ക് എത്തുന്ന മറ്റൊരാൾ. ജിതിൻ റാം മാഞ്ചിയെ സ്വാഭാവികമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് എന്ന നിലയിലും NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഗയാ മണ്ഡലത്തിൽ നിന്നാണ് ജിതിൻ റാം മാഞ്ചി വിജയിച്ചു കയറിയത്. ചിരാഗ് പാസ്വാൻ സ്വാഭാവികമായും മന്ത്രിസഭയിലെത്തും. ചിരാഗ് പാസ്വാന്റെ LJPക്ക് നൽകിയ എല്ലാ സീറ്റുകളിലും അവർ വിജയിച്ചു എന്നത് ഒരു നേട്ടമാകുന്നു. അതുപോലെ തന്നെ RLD നേതാവ് രഞ്ജിത്ത് എവിടെ? അവിടെ ഉണ്ട്. നോക്കാം. രഞ്ജിത്തിനെ കാണാനില്ലല്ലോ. 4-ാം തീയതി കണ്ടതാ. എവിടെ? എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. മുങ്ങിന്നാണ് ഇവിടെ വലിയ പാട്ട്. ബെറ്റിൽ തോറ്റ അന്ന് മുങ്ങിയതല്ലേ? ചിത്രം വ്യക്തമായപ്പോ മുങ്ങിയതല്ലേ? വാക്കുപാലിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ ഇനിയെങ്കിലും ഈ രീതിയിലുള്ള പ്രൊപ്പഗണ്ടകൾക്ക് പിറകെ പോയി ആപ്പിലാകാതെ നോക്കണം. ഉപദേശമായി കരുതണ്ട. പ്രൊപ്പഗണ്ടയല്ലോ, 400+ എന്നുള്ള നമ്മുടെ വിശ്വാസമായിരുന്നു. അത് നടന്നില്ല. ഞാൻ രേണുയോട് ബെറ്റ് വെച്ചു, ബെറ്റ് തോറ്റു, മീശ എടുത്തു. ഇനി കുറെ നാള് ഈ രൂപത്തിൽ തന്നെ കാണാം പ്രേക്ഷകർക്ക് വാർത്ത വായിക്കുന്നത്. മീശയല്ലേ, ഇനി വളർന്നു വരുമല്ലോ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്.
വാർത്താരംഭം തുടരുമ്പോൾ എറണാകുളത്ത് അങ്കമാലിയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. വലിയ ദാരുണമായ ഒരു വാർത്തയാണ് എറണാകുളത്ത് നിന്നും രാവിലെ തന്നെ വന്നത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് വീടിന് തീപിടിച്ച് മരിച്ചത്. അങ്കമാലി പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനു, 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. 2ാം നിലയിലെ കിടപ്പുമുറിയിലായിരുന്നു തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ട് അല്ല മരണകാരണം എന്നാണ് വിലയിരുത്തൽ. എന്തായാലും പ്രാഥമിക പരിശോധനകൾ അവിടെ പുരോഗമിക്കുകയാണ്. നവമി ദിനേശ് ചേരുന്നു തത്സമയം അങ്കമാലിയിൽ നിന്നും. നവമി, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയിരുത്തലിലേക്ക്, നിഗമനത്തിലേക്കൊക്കെ ഈ പരിശോധന നടത്തിയവർ എത്തിയിട്ടുണ്ടോ? എന്താണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ? അവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. നാട്ടുകാരെല്ലാവരും ഇവിടെയുണ്ട്. പോലീസിന്റെ പരിശോധനകളൊക്കെ അവസാന ഘട്ടത്തിലാണെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണോ ഇവരുടെ 4 പേരുടെയും മരണത്തിന് കാരണമായതെന്നത് നമുക്ക് ഉടൻ അറിയാൻ സാധിക്കും. എന്തായാലും ജനപ്രതിനിധികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം MLA റോജി എം ജോൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. MLA, വലിയ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നൊരു മരണകാരിത്യം എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ല, അത് ഫോറൻസിക് പരിശോധനയിൽ വിശദമായിട്ട് പഠിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഫോറൻസിക് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പ്രാഥമികമായിട്ട് അവർക്ക് ഒരു ഷോർട്ട് സർക്യൂട്ടിന്റെ മറ്റ് സാധ്യതകളൊന്നും അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധന നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. രാവിലെ ഇവിടെ എത്തിയ നാട്ടുകാരാണ് ഇങ്ങനെ ഒരു തീപിടുത്തം കണ്ടത്. MLA വന്നപ്പോൾ ഇവിടെയുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ഏകദേശം ഒരു 6 മണി 6:15 ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ തീയൊക്കെ ആ സമയത്തേക്ക് ഫയർഫോഴ്സൊക്കെ എത്തിയാണ്. നാട്ടുകാർ രാവിലെ നടക്കാൻ പോയ ആളുകളാണ്, എണീറ്റ് സമീപത്തുള്ള ആളുകളാണ് ഇത് സംഭവം അറിയുന്നത്. അതിനു മുമ്പ് തന്നെ താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയിരുന്ന അമ്മ വിവരം അറിഞ്ഞിരുന്നു. അമ്മ മുകളിലേക്ക് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ മുകളിൽ 2 മുറികളിലും നല്ല നിലയിൽ തീ പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് അതിന്റെ അടുത്തേക്ക് കിടക്കാൻ സാധിച്ചില്ല. പിന്നെ അവര് ശബ്ദമുണ്ടാക്കി ചുറ്റുവട്ടത്തുള്ള ആളുകളും ഒക്കെ എത്തിച്ചേരുകയായിരുന്നു. അപ്പോഴേക്കും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴേക്കും 4 പേരുടെയും മരണം സംഭവിച്ചിരുന്നു. അപ്പോഴേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ബോഡി എല്ലാം കളമശ്ശേരിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തും. അശ്വതി, സ്ഥലം MLA റോജി എം ജോണാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം ആംബുലൻസിൽ കയറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷമായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുക. എന്തായാലും അത് കുടുംബമായിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഒരു നാടാകെ ഞെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. രാവിലെ ഇന്നലെ കൂടി കണ്ടവരെയാണ് ഇന്ന് ഇല്ല എന്നറിയുമ്പോൾ, അതും ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇന്ന് ഈ ലോകത്തില്ല എന്നറിയുമ്പോൾ ഒരു വിഷമത്തിൽ കൂടിയാണ് ഒരു നാടാകെ. എന്തായാലും അമ്മയെ, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മയെ അടുത്തുള്ള ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ അമ്മയും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും മുക്തമായിട്ടില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അവരിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ഒരു പത്രമിടാൻ വരുന്ന ഒരു ഏലിയാസ് എന്നുള്ളൊരു വ്യക്തിയാണ് ഈ സംഭവം കാണുന്നത്. അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴേക്കും തീ പടർന്നിരിക്കുന്ന നിലയിലായിരുന്നു. അതോടൊപ്പം അമ്മ ഈ വീടിന്റെ സമീപത്ത് നിന്ന്, അതായത് ഈ മുറിയുടെ താഴെ നിന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അയൽക്കാരെയും ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും തീ നാട്ടുകാർ അണച്ചിരുന്നു. അതിനുശേഷം മുറി കയറി നോക്കിയപ്പോൾ തന്നെ 4 മൃതദേഹങ്ങളും മുറിക്ക് പലയിടങ്ങളിലേക്കായി, കട്ടിൽ നിന്നും പലയിടങ്ങളിലേക്കായി കണ്ടെത്തുകയായിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ആകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അതിൽ ചില അഭ്യൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. അശ്വതി, ഒരു നാടൊന്നാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ അങ്കമാലിയിൽ ഉള്ളത്. 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് വെന്തു
മരിച്ചത്. രാത്രിയിൽ ആകാമി അപകടം സംഭവിച്ചത്, തീപിടുത്തമുണ്ടായത് എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. പരിശോധനകൾ, ഇൻക്വസ്റ്റ് അവിടെ പൂർത്തിയാവുകയാണ്. അതിനുശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. അമ്മ മാത്രമാണ് ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവരിപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ ഉണ്ട്. നവമി ദിനേശാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം മൃതദേഹങ്ങൾ അവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മാറ്റും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. പുലർച്ചെ കനത്ത മഴയാണ് തിരുവനന്തപുരത്ത് ലഭിച്ചത്. സംസ്ഥാനത്ത് 64 ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് എന്ന് കണ്ടെത്തൽ. വിവിധ മെഡിക്കൽ കോളേജുകളിലെ 19 ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പകരം കിട്ടുന്ന പ്രത്യേക ബത്തയും വാങ്ങിയ ശേഷമാണ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നത്. അടിസ്ഥാന ശമ്പളത്തിന്റെ 1/4 പ്രത്യേക ബത്തയായി കൈപ്പറ്റുന്നത്. ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന വിജിലൻസ് പരിശോധനയിലാണ് സ്വകാര്യ പ്രാക്ടീസ് കണ്ടെത്തിയത്. ഡോക്ടർമാരുടെ വിശദവിവരം സർക്കാരിന് നൽകുമെന്ന് വിജിലൻസ് അറിയിച്ചു. പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ വീണ്ടും ചില്ലിക്കൊമ്പൻ. സീതാർകുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. ജനവാസ മേഖലയിൽ വിനേഷ്, ഈ ജനവാസ മേഖലയിലേക്ക് എപ്പോഴാണ് ചില്ലിക്കൊമ്പൻ ഇറങ്ങിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഭാഗത്ത് ചില്ലിക്കൊമ്പനുണ്ട്. പക്ഷെ വലിയ അക്രമമൊന്നും ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും ആളുകൾ വലിയ ഭീതിയിലാണ്. ഇവിടെ ഈ പോപ്സന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, തേയില എസ്റ്റേറ്റ് ഉണ്ട്. ഇതിന് സമീപം സീതാർകുണ്ട് ഭാഗത്താണ് ആനയുള്ളത്. ഈ തോട്ടം മേഖലയോട്, അതായത് തോട്ടം മേഖലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ തൊഴിലാളികളുടെ ലയങ്ങളുള്ളത്. ഇതിന്റെ പരിസരത്ത് ഇപ്പൊ ഇന്നലെ ഒരു 50 മീറ്ററോളം, ഈ ലയങ്ങളുടെ ഒരു 50 മീറ്റർ പരിസരത്ത് തന്നെ ആന രാവിലെ, അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു 7 മണിയോടുകൂടി തന്നെ ഇന്നലെ അവിടെ ചില്ലിക്കൊമ്പൻ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 6 വരെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും തന്നെ ഉറങ്ങാൻ പോലും പറ്റാതെ ഭീതിയോടെ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചില്ലിക്കൊമ്പൻ ഈ പ്രദേശത്തുണ്ട്. ചക്കയും മാങ്ങയും ഉണ്ടാകുന്ന സീസൺ ആയതുകൊണ്ട് അത് പറിച്ച് തിന്നുന്നതിനും മറ്റും എത്തിയതാണ് ചില്ലിക്കൊമ്പൻ. എന്തായാലും ഇതിനെ വനംവകുപ്പ് പടക്കം പൊട്ടിച്ച് തുരത്തി ഓടിക്കാറുണ്ടെങ്കിലും പിന്നീടും വീണ്ടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ശരി വിനീഷ്. പച്ചക്കറി വില കുതിച്ചുയരുമ്പോഴും ഏതെടുത്താലും കിലോയ്ക്ക് 30 രൂപയാണ് പാലക്കാട് SS വെജിറ്റബിൾ മാർക്കറ്റിൽ. തക്കാളിക്കും ഉണ്ടമുളകിനുമൊക്കെ മാർക്കറ്റ് വിലയേക്കാൾ എത്രയോ കുറവാണ് ഇവിടെ. ശേഖരപുരത്തെ പച്ചക്കറി മാർക്കറ്റിലെ കാഴ്ചകളോടെ വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പച്ചക്കറി വില അനുദിനം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ തക്കാളിക്ക് 80 മുതൽ 100 രൂപ വരെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത്. അതുപോലെ തന്നെ ഉണ്ടമുളകിനും വലിയ തോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ടമുളകിനാകട്ടെ 100 രൂപ മുതൽ 140 രൂപ വരെ വിലയുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ശേഖരപുരത്തുള്ള ഒരു മാർക്കറ്റിലാണ്. ഇവിടെ പച്ചക്കറി ഏതെടുത്തു കഴിഞ്ഞാലും 30 രൂപയ്ക്ക് കിട്ടും. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ വരാം, 30 രൂപയ്ക്ക് പച്ചക്കറി മേടിക്കാം. അതിൽ ചില സാധനങ്ങൾക്ക് മാത്രമാണ് വലിയ തോതിൽ വിലയുള്ളത്. ഇന്നലെ വരെ ഇവിടെ തക്കാളിക്ക് 30 രൂപയായിരുന്നു. പക്ഷേ തക്കാളി വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം 100 രൂപ വരെ തക്കാളിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ളത് കൊണ്ട് തന്നെ ഇവിടെ 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടമുളകിന് 140 രൂപ വരെ, 140-150 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 120 രൂപ ഒക്കെയാണ് ഉണ്ടമുളക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ കിഴങ്ങിനായാലും സവാളയും ചെറിയുള്ളിക്കൊക്കെ അത്യാവശ്യം 50 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 30 രൂപയ്ക്ക് കിട്ടും. അതുപോലെ തന്നെ ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും മുരിങ്ങയാണെങ്കിലും പടവലമാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും 30 രൂപയ്ക്ക് തന്നെയാണ് ഇവിടെ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടക്കാരെത്തുന്നുണ്ട്. പക്ഷേ ഹോട്ടലുകൾക്കൊന്നും സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന വിലയ്ക്കല്ല ഹോട്ടലുകൾക്ക് കൊടുക്കുന്നത്. കാരണം ഹോട്ടലുകളെല്ലാം വ്യാപാര സ്ഥാപനങ്ങളാണ്, കച്ചവട സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് ഹോട്ടലുകൾക്ക് മറ്റൊരു വില. പക്ഷേ ഇവിടെ എത്തുന്ന സാധാരണ ആളുകൾക്ക് കൃത്യമായും എല്ലാ പച്ചക്കറി വളരെ കുറച്ച് സാധനങ്ങൾ ഒഴികെ, വലിയ വിലയുള്ളത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ 30 രൂപയ്ക്ക്. വലിയ വിലയുള്ളതാണെങ്കിൽ പോലും ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തക്കാളിക്ക് മാർക്കറ്റിൽ 80 മുതൽ 50 രൂപ വരെ, 80 മുതൽ 100 രൂപ വരെ വിലയുണ്ട്. പക്ഷേ ഇവിടെ 50 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാണ്. എന്തായാലും നമുക്കിപ്പോൾ ഈ പച്ചക്കറി മാർക്കറ്റിൽ അവരുമായിട്ട് സംസാരിക്കാം. നമുക്കൊന്ന് അവർ പറയുന്നുണ്ട് വിലയുടെ മറ്റു കാര്യങ്ങളൊക്കെ അവർ പറയും. എന്താണ് ഇങ്ങനെ ഈ വില ഇങ്ങനെ കുറച്ചു കൊടുക്കാൻ കാരണം എന്താണ്? പാവങ്ങളായിട്ടുള്ള വീട്ടമ്മമാർക്കും സാധാരണപ്പെട്ട കുടുംബക്കാർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പച്ചക്കറി, എല്ലാ പച്ചക്കറിയും കിലോ 30 രൂപ ഒരു ആവറേജ് ഇല്ല. അതായത് ഒരു കൂടയിൽ നമ്മൾ എടുത്തിട്ട് അതിൽ മൊത്തത്തിൽ എത്ര ആ വെയിറ്റാണ് നമ്മൾ കൊടുക്കാറുള്ളത്.
ആ വെയിറ്റിനുള്ള പൈസ 5 കിലോയാണെങ്കിൽ 150, 10 കിലോയാണെങ്കിൽ 300. പിന്നെ ഈ ഭാഗത്ത് വെച്ചിട്ട് കൂടുതൽ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ അതാത് സാധനത്തിന് അതാത് വിലകളാണ്. അപ്പോൾ ഈ കാണുന്നതന്നെ നമ്മുടെ അവിടെ SS വെജിറ്റബിൾ വരുന്ന സാധനങ്ങളാണ്, അതാണ് വില കുറച്ച് കൊടുക്കുന്നത്. കാലമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 വർഷത്തിലേറെയായി. പക്ഷേ ഇത് കച്ചവട പാരമ്പര്യം എന്നറിയില്ല. SS വെജിറ്റബിളും മേനാമുറിയിലെ പത്തിരിപ്പാല മുണ്ടൂരൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ പത്തിരിപ്പാല മേനാമുറി ഇവിടെ പുത്തൂര് ശേഖരപുരം മാത്രമേ ഉള്ളൂ. ഇത് ആളുകൾക്ക് മാത്രം, വീടുകളിലേക്കുള്ള പച്ചക്കറി മാത്രമേ ഉള്ളൂ. കച്ചവടക്കാർക്ക് മറ്റേ വിശേഷം അതൊക്കെ ഹോൾസെയിൽ റേറ്റാണ്. അന്നാളത്തെ വിലയ്ക്ക് അന്നാൾ മാർക്കറ്റ് എത്രയാണോ ആ വിലയ്ക്കാണ് ഹോൾസെയിൽ. ഇവിടെ മറ്റ് സാധനങ്ങൾക്കൊക്കെ എത്ര മാർക്കറ്റ് ഉണ്ടെങ്കിലും 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഈ താഴെ കിടക്കുന്ന എല്ലാം അത് എത്രയാണെങ്കിലും ശരി വരുന്ന വീട്ടമ്മമാർക്ക് മാത്രമേ കൊടുക്കും. വീട്ടമ്മമാരല്ല, വീട്ടുകാർക്ക് മാത്രമേ കൊടുക്കും, സാധാരണക്കാർക്ക്. അല്ലാണ്ട് ഹോട്ടലുകാർക്ക് കച്ചവടക്കാർക്കൊന്നും ആ വിലയ്ക്ക് കൊടുക്കാറില്ല. അവർക്ക് പ്രത്യേക വില, കുറയുന്നതായിട്ട് കുറച്ച് കൊടുക്കും, കൂടുണ്ടായിട്ടും കൂട്ടി കൊടുക്കും. പിന്നെ അതുപോലെ പച്ചക്കറി വാങ്ങാൻ വരുന്നവർ ബാഗ് കൊണ്ടുവരണം, അല്ലെങ്കിൽ 10 രൂപ ബാഗ് നമ്മളെ സർവീസ് ചാർജ് ഈടാക്കണം. 10 രൂപ. ഒരു ദിവസം എത്ര രൂപയുടെ കച്ചവടം നടക്കും? അത് അങ്ങനെ ഒരു സുമാർ നമ്മൾ കണക്ക് വെക്കാറില്ല. കാരണം നമ്മുടെ തിരക്കുള്ള സമയത്തനുസരിച്ച് അങ്ങനെ കണക്കെടുക്കാൻ പറ്റാറില്ല. എന്നാലും ഒരു ആവറേജൊക്കെ നമ്മൾ പറ്റാവുന്നത്ര എല്ലാവർക്കും സാധനം കൊടുക്കും. ഈ കാണുന്ന SS വെജിറ്റബിൾ വരുന്നത് 30 രൂപയും, പുറത്ത് വാങ്ങുന്ന സാധനങ്ങൾ അതാത് വില നിശ്ചയിച്ചാണ് കൊടുക്കാറുള്ളത്. ഇത് ഓണർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് പ്രകാരം തന്നെ പോകും. പച്ചക്കറിക്ക് പിന്നെ ബാഗ് നിർബന്ധമായി കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനൊരു 10 രൂപ സർവീസ്. എന്തായാലും നമുക്ക് പാലക്കാട്ടെ പച്ചക്കറി വില കുറവാണ് പൊതുവെ. അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് പൊതുവെ നമ്മളിപ്പോൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ല കൊല്ലത്തേക്കോ കോട്ടയത്തേക്കൊക്കെ പോകുമ്പോൾ ഇനിയും ഇതിന്റെ വാഹന ചെലവൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് അതിന് എന്തായാലും അതിൻ്റെതായ വിലയുണ്ടാവും. എങ്കിൽ പോലും ഇവിടെ മാർക്കറ്റിൽ, ഇവിടെ സാധാരണയുള്ള മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഒരു 10 രൂപയെങ്കിലും കുറച്ച് കിട്ടുക, അല്ലെങ്കിൽ 20 രൂപയെങ്കിലും പല സാധനങ്ങൾക്ക് അങ്ങനെ വില കുറച്ചു കൊടുക്കാൻ ഇവിടെ തയ്യാറാവുന്നു, ഈ മാർക്കറ്റിൽ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ഉപകരിക്കുന്നതാണ് ഇത്തരത്തിൽ ഏതെടുത്താലും എന്തെടുത്താലും 30 രൂപ എന്നുള്ള ഇവിടുത്തെ ആ ഒരു അത് ഒരു വർഷമായിട്ട് തുടർന്നു പോവുകയാണ്. ഇനിയും അങ്ങനെ തുടർന്നു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനത്തിൽ കടന്ന് ഭാവിയിലേക്കുള്ള കുതിപ്പിലാണ് ലോകം. അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങൾ, അതിരുകളില്ലാത്ത മാനവികത, സമാധാനവും സംഘർഷവും കിനാവും കണ്ണീരും എല്ലാം ഒന്നിക്കുന്ന ലോകത്തിന്റെ ഒരാഴ്ച, ഭൂലോകം. ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. മറ്റ് നിരവധി പുതുമുഖങ്ങൾക്കും